ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഫാംപേയെ കുറിച്ചിട്ടാണ്. ഫാംപേ അക്കൗണ്ട് എങ്ങനെയാണ് പുതുതായി ഒരാൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് എന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് അതിൻ്റെ താഴെ ആയിക്കൊണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ ഒരു അക്കൗണ്ട് പെർമനൻ്റ് ആയിക്കൊണ്ട് ഡിലീറ്റ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പെർമനൻ്റ് ആയിക്കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഈ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നത് എന്നാണ്. വീഡിയോ കണ്ട് മനസ്സിലാക്കാം എങ്ങനെയാണ് ഇത് ഡിലീറ്റ് ചെയ്യുന്നതെന്ന്. 2026 ഏറ്റവും പുതിയ മെത്തേഡാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഫാംപേയുടെ അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്ലേ സ്റ്റോറിൽ പോയിക്കൊണ്ട് ഏറ്റവും പുതിയ വേർഷൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം ഫാംപേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് മാറുക എന്നാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ടോക്ക് ടു ആസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇതിലാണ് നമ്മൾ പിന്നീട് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. ബേസിക്കലി നമ്മളിവിടെ ചെയ്യുന്നത് ഈ ഒരു ഫാംപേ സപ്പോർട്ട് ടീമുമായി ചാറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പെർമനൻ്റ് ആയിക്കൊണ്ട് നമ്മുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു വഴികളാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നമുക്ക് ഇൻ്റർഫേസ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ നമ്മൾ ഹലോ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് റീപ്ലേകൾ അവർ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റീപ്ലേകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നിന്ന് നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന ഷോ മോർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മറ്റു ഓപ്ഷൻ കൂടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ക്ലോസ് മൈ അക്കൗണ്ട് എന്നതാണ്. അല്പസമയത്തിനകം തന്നെ നമുക്ക് ഒരു റീപ്ലൈ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും. രണ്ട് ഓപ്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. യെസ്, ഐ ആം ഷുവർ ഐ വാണ്ട് ഡിലീറ്റ് മൈ അക്കൗണ്ട് പെർമനൻ്റ്ലി എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നോ, ഐ ഡോണ്ട് വാണ്ട് മൈ അക്കൗണ്ട് ടു ബി ഡിലീറ്റ് പെർമനൻ്റ്ലി എന്ന് കൂടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ മുകളിലുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്ത പാട് തന്നെ നമ്മൾ അക്കൗണ്ട് ഡിലീറ്റായി പോയില്ല. 48 മണിക്കൂർ മിനിമം ഇതിന് വരുന്നുണ്ട്, അല്ലെങ്കിൽ 72 മണിക്കൂർ ഈ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിക്കൊണ്ട് തന്നെ നമ്മളെ അക്കൗണ്ട് ഡിലീറ്റായി പോകുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അവിടെ വന്നുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.